നായകനായി വാഴണേ വിവിധേ വിവിധേ കണ്ണിലെ കുളിരേ ഒന്നിച്ച് പപ്പര വര പപ്പര വര പപ്പര വരവാ പപ്പര വര പപ്പര വര പപ്പര വരവാ. ആദ്യത്തെ ക്വസ്റ്റ്യൻ റെഡി ആണോ? ആരാണ് ചോദിക്കുന്നത്? Does the lack of financial management has ever affected you in your... മലയാളത്തിൽ ചോദിച്ചോ? മലയാളിയാണോ? അറിയില്ലേ. കോളേജിൽ ചോദിക്കണ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചാൽ അതാണ് ഇവര് കോമേഴ്സ് സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ്. ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്. കൊമേഴ്സിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. Tell me one Malayalam word for super. The only word I know is Aramse. Aramse. That is not Malayalam. അല്ല, ലൂണയാണെങ്കിൽ സമ്മതിച്ചു തരുന്നില്ല. അടിപൊളി ഒരു വാക്കില്ല എന്നൊക്കെയാണ് പറയണത്. മെസ്സി ഓർ റൊണാൾഡോ? റൊണാൾഡോ. Messi. കേരള ബ്ലാസ്റ്റേഴ്സ് അടിപൊളിയാണ്. ACCA CMA CA പഠിച്ച ജയിക്കാനുള്ള ശരിയായ മാർഗം എലാൻസ്. വെൽക്കം ടു ഓൾ ഓഫ് യു. എലാൻസ് KBFC ബ്ലാസ്റ്റ് 2024ലേക്ക് നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയേഴ്സിനെ നേരിട്ട് കാണാനും അവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുമുള്ളൊരു വലിയ അവസരമാണ് നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത്. സോ റെഡി ആണോ നിങ്ങളെല്ലാവരും? എക്സൈറ്റഡ് ആണോ? അപ്പം ഈ ഒരു എനർജിയോടെ ഈ ഒരു എക്സൈറ്റ്മെന്റോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നിവിടെ നമ്മളെ കാണാനായിട്ട് KBFC പ്ലെയേഴ്സ് മാത്രമല്ല വേറെയും കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള യൂട്യൂബ് വീഡിയോ ഇദ്ദേഹത്തിൻ്റെതാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടെ 400 മില്യണിലധികം ആളുകളാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത്. ആരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ? Any guesses? ആരാണ്? Louder. Yes, the one and only Mohammad Rizwan. So Rizwan നിങ്ങളെ പോലൊരു സ്റ്റുഡൻ്റ് ആണ്. വെറും 20 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ പ്രായത്തിലാണ് ഇത്രയും വലിയ റെക്കോർഡൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫ്രീ സ്റ്റൈലിലേക്ക് എത്തിച്ചേർന്നത്? എങ്ങനെയാണ്? വീട്ടിൽ നിന്നാണ് ഞാൻ പരിശ്രമിച്ചത്. വേറെ ഒരു കോച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വയം പഠിച്ചെടുത്തതാണ്. തന്നെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. അതിൽ ശരിക്കും ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് റിസ്വാൻ ഇങ്ങനെ കിക്ക് ചെയ്യുകയാണ്. അതെങ്ങനെയാണ്? പ്ലാൻ ചെയ്ത് എടുത്ത വീഡിയോ ആണോ അതോ വെറുതെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണോ? അല്ലല്ല, ഞാൻ എല്ലായിടത്തേക്കും ഫുട്ബോൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വെറുതെ അടിച്ചതാണ്. എല്ലായിടത്തും എവിടെ പോയാലും റിസ്വാന്റെ കൂടെ ഫുട്ബോളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത്രയും വൈറലാവുമെന്ന് വിചാരിച്ചായിരുന്നോ? അത്ര വിചാരിച്ചില്ല, എന്നാലും കുറച്ചൊക്കെ. ചെറിയൊരു റിക്വസ്റ്റ് ആണ്, ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മൂവ്സ് കാണിച്ചു തരാൻ പറ്റുമോ? ഓക്കെ അല്ലേ? ഒന്ന് കൈ അടിച്ച് നമുക്ക് പാസ്സാക്കാം. സോ റിസ്വാൻ പ്ലീസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മുഹമ്മദ് റിസ്വാൻ ഓൺ ദി ഫ്ലോർ. ക്ഷമയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. Together with a big round of applause, let's welcome the pride of Kerala, Kerala Blasters. So നമുക്കൊക്കെ അറിയാം കാർത്തിക് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആങ്കർ ആണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണ്. പക്ഷെ പലർക്കും അറിയാത്തൊരു കാര്യം, കാർത്തിക് ഒരു വലിയ ഫുട്ബോൾ ഫാനും കൂടിയാണ് അല്ലേ? മിക്ക മാച്ചിനും നമുക്ക് സ്റ്റേഡിയത്തിൽ കാർത്തികിനെ കാണാം. മാച്ചസിനെ കുറിച്ച് റെഗുലർ ആയിട്ട് വ്ലോഗ് ചെയ്യാറുണ്ട്. സോ കാർത്തിക് പ്ലീസ് ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us here. അപ്പം എന്താണ് നമ്മുടെ എലാൻസിലെ പുലിക്കുട്ടികളോട് പറയാനായിട്ടുള്ളത്? ആദ്യം തന്നെ എലാൻസിലെ പുലിക്കുട്ടികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ബ്ലാസ്റ്റേഴ്സ് ഉയർ. ഞാനിപ്പോൾ ആക്ച്വലി ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് 2 വർഷമാണ് ആവുന്നത്. ആദ്യത്തെ മാച്ച് കാണാൻ പോയി ലാസ്റ്റ് ഇയർ. അത് കഴിഞ്ഞ് ഒരു മാച്ച് ഞാൻ ആങ്കർ ചെയ്യാൻ പോയി. അതിനുശേഷം
ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടായിട്ടില്ല. ഒരു കളി മിസ് ചെയ്യാതെ ഞാൻ എല്ലാം കാണാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെയും അവരുടെ കൂടെ ഇന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. നമുക്ക് പൊളിക്കാം. ഒന്നുകൂടെ ബ്ലാസ്റ്റേഴ്സ്, ഒന്നുകൂടെ ബ്ലാസ്റ്റേഴ്സ്. ആൻഡ് താങ്ക് യു സോ മച്ച് അലയൻസ് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് ഇവന്റ്. നിങ്ങളുടെ ഒരു പരിപാടിക്ക് ആദ്യമായിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. എന്തായാലും ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേരോട് നിൽക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. പൊളിക്കാന്ന്. താങ്ക് യു കാർത്തിക്. ഒരു ചെറിയ റിക്വസ്റ്റും കൂടിയുണ്ട്. കാർത്തികിന്റെ എല്ലാ വീഡിയോയും തുടങ്ങുന്ന ഒരു സിഗ്നേച്ചർ ഹൈ വോൾട്ടേജ് ഓപ്പണിംഗ് ലൈൻ ഉണ്ട്. അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റുമോ? ഇൻട്രോ ആണോ? ഇൻട്രോ കേൾക്കണോ? ആഹാ, ഓക്കെ, എന്നാ പിടിച്ചോ. മലയാളികൾക്ക് ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു ബ്ലാസ്റ്റേഴ്സിലെ പിള്ളേർ എത്തിയെന്ന് തോന്നുന്നു. സമയമായി. സോ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നിമിഷങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ടൈം ഫോർ us to welcome the Blasters. Gentlemen, here we have the shining stars of Kerala Blasters with us. Hearty welcome to all of you. നിറഞ്ഞ കൈയടി നൽകി നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. Here we have with us the one and only Adrian Luna, Milos Princess, Mohammad Ayman, Pritam Kotal, and Prabir Das. Thank you so much for accepting our invitation and being here with us at Alliance. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2018 വെറും 22 സ്റ്റുഡൻസായി വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എലാൻസ്. ഇന്ന് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കോമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറിയിരിക്കുകയാണ് എലാൻസ്. വി ഹാവ് ബ്രാഞ്ചസ് ഈവൻ ഔട്ട്സൈഡ് ദ കൺട്രി. ഈ സമയം എലാൻസിന്റെ പേരിൽ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ജിഷ്ണു സാറിനെ ക്ഷണിക്കുന്നു. സർ പ്ലീസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൂമെൻ്റ് ആണ്. റാദർ ദാൻ സിംപ്ലി ഒരു ക്ലാസ്സുകളിൽ മാത്രം ഒതുങ്ങാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എലാൻസ് ഒട്ടും പുറകിലല്ല എന്നുള്ളത് ഇവിടെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഐ ഹോൾ ഹാർട്ടഡ്ലി വെൽക്കം the whole team of Kerala Blasters here. Welcome all. Thank you. So Blasters, we are all very very excited to have you with us here. How are you feeling? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? I think I'll pass the mic to the captain first. Luna. Wow, look at that. ശരിക്കും ഈ ഒരു സീസണിൽ we missed you a lot and we are very very glad that you're back in the team. So our question is, did you miss us? How does it feel to be back? Yeah, of course, I miss the people, I miss playing, I miss my teammate. But just to be clear, I'm not 100% sure that I'm going to play. So we have to be careful with that. I still going on in my rehab. So yeah, of course, I'm happy to be here, happy to be able to train again. But we have to be, careful about what we say about my return, because it's not 100% sure yet. Thank you Luna. സോ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ഇന്ററാക്റ്റീവ് ഇവന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നിങ്ങളായിരിക്കും. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ റെഡി ആണോ? ആരാണ് ചോദിക്കുന്നത്? കൈ പൊക്കിയാൽ മതി, മൈക്ക് തരാം. സോ നൗ ദ സ്റ്റുഡൻസ് വിൽ ബി ആസ്കിംഗ് യു എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. Hi, my name is Anam and my question is to Prabir Das. Hi. Okay, KBFC is renowned to be having the most passionate fan base and to be the most vocal football club in Asia itself. So how has Manyapada has influenced you, in that supporting and all, you as a player and in your game? See, this is my first year in Kerala Blaster. So when I was signing this club,
then my followers is 70,000. And when announce club announcement, then tick 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 tick, you know, like then not only for followers coming, it's like amazing. It's like fan base, like cheer up me, always motivate me. Please come and you can know. So when I come and first match I'm playing, then I can know Manjabara power is totally different. So thank you so much, Manjabara. Thank you. Hi Manjapara, my name is Sanjay Sundal and my question is towards our captain Luna. How does the impact of a good coach, or how does Mr. Ivan or Ashan influence you in your career? Like how important is it for a good coach to influence you in your career? It's important because he was the one who brought me to India, the country which I love and I fell in love, especially with Kerala Blasters. But you know, it's not just a coach. He's like a friend for us, for each one of us as a player. And this is important because you feel the confidence to speak whatever you want to him, not only about football, also about life. So I think this for me is the more important thing about one coach. Okay. Thank you, sir. My question is to Preetham Kotal. In your financial management in your career, how do you manage your funds? Do you manage your funds independently or do you utilize the services of a financial manager? Preetham, just one thing. These are all commerce students sitting in front of us, CA and ACCA students, hence this question. See, about the finance, I have my manager. So, and obviously, my manager is my wife. So all the things he is managing. After 2016, when I started playing ISL and the money comes, so now I think I invest somewhere else. So and my wife, she is managing well. So yeah, I think my wife, I trust her so much. So okay, good. So she is managing everything. Thank you. Okay, thank you so much. Short answer, financial manager, wife aanu. Athre ullu. My name is Nesrin and I would like to ask a question to Ayman. Does the lack of financial management has ever affected you in your... മലയാളത്തിൽ ചോദിച്ചാൽ മതി. മലയാളിയാണ്. മലയാളിയാണോ? അറിയില്ലേ? കൂട്ടത്തിൽ നമുക്ക് ആകെയുള്ള മലയാളിയാണ്. ബേസിക്കലി ലക്ഷദ്വീപുകാരനാണ്, പക്ഷെ മലയാളം അറിയാം. ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ലൈക്ക് അതിൻ്റെ ലാക്കായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഫഷണൽ ഗ്രോത്തിൽ എന്തെങ്കിലും ലൈക്ക് നെഗറ്റീവായിട്ട് അത് എഫക്റ്റ് ചെയ്തേക്കണോ? എങ്ങനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്യുക? അതങ്ങ് പറഞ്ഞാൽ മതി. നമുക്ക് എല്ലാവർക്കും സാലറി കിട്ടണല്ലേ, അപ്പോൾ സൈലൻസ് സേവിങ്സ് നല്ലതാണ് ഫോർ ഫ്യൂച്ചർ. അപ്പോൾ എന്തെങ്കിലും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ കോളേജിൽ ചോദിക്കണ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചാൽ അതാണ്, ഇവര് കോമേഴ്സ് സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ്. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെയാണോ? കുറച്ച് ഫണ്ണായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്, കൊമേഴ്സിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. ഓക്കെ താങ്ക് യു. ഐമൻ ഒരു കോളേജ് സ്റ്റുഡന്റ് ആണല്ലേ? ഏതാണ് ഫീൽഡ്, ഏതാണ്, ഏത് സബ്ജക്ട്? ഇസ്ലാമിക് സ്റ്റഡീസ്, മഹാരാജാസ് കോളേജ് അല്ലേ? ഏത് ഇയർ ആണ്? തേർഡ് ഇയർ, ലാസ്റ്റ് ഇയർ. മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ രണ്ടും? അപ്പം നിങ്ങളുടെ സെയിം ഏജ് ആണ് ആള്. ഓക്കെ, ഇനി ഐ തിങ്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ്? So my question is, when you're down for 2 to 3 goals in a match, so what's your motivation to, come up, like come, we'll play, like what's the motivation? How do you manage the downfall of the match? About this this is Dimi Kumar. About this, in difficult moment, you see who is the champions and who can win title. So when we are down, we show our energy, especially when we play home. It's much easier with our fans and full stadium. In the away game is a little bit different and it's hard to come back. But maybe you see match against Goa, one of the best comebacks of Kerala Blasters in history. So we in halftime speak that we must come back in second half. We must put effort. We must put extra energy. So I think for comebacks is the most important team.
whole team. That's it. Regarded like widely called as the Sergio Ramos of KBFC, because your aggression, your passion towards the football, the way you play, your physique, your kind of play. But I just want to know which is your favorite defender. Like in the mainstream football, right from Maldini, there are a lot of defenders who are very much popular and who have very much fan base. To Ruben Diaz, like Puyol. So who's the defender which you look up to? Who is your reason behind choosing this position or this kind of a play? My childhood is Sergio Ramos. Because I think he's true leader. On the pitch, outside the pitch, he's the true captain. And, you know, he pushes everyone around him to be better. All defenders are better when they play with him. And he give everything on the pitch. So, for me, definitely Ramos. So I have a question for Preetham, because you've been part of other teams. You've played against Kerala Blasters before, and now you are for Kerala Blasters. So which is better? I think if I said Kerala Blaster, not then kill me now. No, actually, I started playing in Calcutta so many years, and when I signed here, when I played before, like against Kerala Blaster, always difficult for us. Like when I played with Mohan Bagan, and always difficult place to play here. But now I am here and I feel the support of Manjapara, Kerala Blasters Army, the people here. So it's really amazing to play here, and whenever I feel less motivated in the ground, then when they cheer up, then we are motivated. So it's feeling is different here. And obviously, I think we all are agree that the fans are amazing here, and I am very happy to be part of this team. And let's see, season is going on, and we try to bring some trophy from that club. Ayman, ഇവർക്ക് മലയാളം എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടുണ്ടോ? അല്ല, ഇവർക്ക് കുറച്ചൊക്കെ മലയാളം അറിയാം. ഇവർക്ക് കുറച്ച് നേരത്തെ ആർക്കാ ഏറ്റവും കൂടുതൽ മലയാളം അറിയാവുന്ന ആർക്കാ ഈ കൂട്ടത്തില്? Has he taught you something in Malayalam? No. ലൂടെ ഡയറക്റ്റ് ആയിട്ട് നോ. എന്താ Ayman ഇത്? ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ രാഹുലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, രാഹുലും വിപിനും ഒക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, സോ ലൂണ, ഐ എം പ്രിറ്റി ഷുവർ ബൈ നൗ യു നോ a few words in Malayalam, right? One word at least. Okay, tell me one Malayalam word for super. For super. Good. Super, there is a Malayalam word which is very popular. Super. Okay, so Ayman will be teaching you that word right now. Ayman, ഏതാണ് ആ വാക്ക്? അടിപൊളി. 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 The only word I know is Aramse. That's it. Aramse. Aramse. That is not Malayalam. അല്ല, ലൂണയാണെങ്കിൽ സമ്മതിച്ചു തരുന്നില്ല. അടിപൊളി എന്നൊരു വാക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. It is basically a word in Malayalam. It just means superb. Like Kerala Blasters, അടിപൊളിയാണ്. So can you all say it together with us? 3, 2, 1, അടിപൊളി. Okay, so first they will say and teach you the word together. നിങ്ങളൊന്ന് പറയാമോ? Come on. അടിപൊളി. Yeah, now you say it together, all of you together. 3, 2, 1, go. Yes. That is it, Adipoli. And tell us what you like the most about Kerala fans. What is your favorite part about Kerala? The stadium. Stadium! Wow! What an answer. How about Kerala food? Have you tried Kerala food? We try appam. Appam. Biryani. Okay. And what do you like to have with appam? Chicken. Okay, fine. So, do you like the spicy food, or is it too spicy? Too spicy. What about you guys? Do you like the food here, Kerala food? Biryani. But one story, just 1 minute, one story I can share. Yes. My flat nearby one market, fish market. So there me and Dennis can go, and one day buy fish, and I can. Sorry, my English okay. Our English also okay. So I can give my number, okay. So I say when I order fish, then you can send me, okay. So next day I order fish, but he can't take money. I say why? Because I am Kerala Blaster fan, so that's why you and Dennis I love. So okay.
So one day, invite iftar party. So me and Danish go. There is 40 people. So everyone's laugh. Like that's the thing is Kerala special because of fans, laugh, a lot of things. But next day I can buy any fish because if I buy fish then he don't get the money. So I say when I give you money then I can get. So now I can give money and I get the fish. Thank you. Wow, how sweet. ഇനി നമ്മളൊരു സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. We have a very special person with us. He holds the record for the most viewed video in the history of internet, and that is none other than Rizwan. So Rizwan, I'm sure all of you know him. So Rizwan is here with us. വെറും 20 വയസ്സാണ് ആൾക്ക്. He's just 20 years old and he's a freestyle footballer. So Rizwan, we have the ball here for you. So request ആണ് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് high level moves കാണിച്ചു തരുമോ? So Rizwan will be showing us some of his moves now. Come on Manjappada. Superb Rizwan. ഒരുപാട് വർഷത്തെ പ്രാക്ടീസിന്റെ റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ കണ്ടത്. താങ്ക് യു സോ മച്ച് റിസ്വാൻ. സോ ഇനി നമ്മളൊരു ചെറിയ ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ്. വി ആർ മൂവിംഗ് ഓൺ ടു എ വെരി സിമ്പിൾ ആക്ടിവിറ്റി. ഇറ്റ്സ് എ ഫൺ ഗെയിം. സോ യു കെൻ സീ ദോസ് പ്ലഗ് കാർഡ്സ് നിയർ യു. കെൻ യു ഓൾ ടേക്ക് ദാറ്റ്? കുറച്ച് കാർഡ്സ് ഉണ്ട് ആൻഡ് യു കെൻ സീ യുവർ ഫേസസ് ഓൺ ദാറ്റ്. കെൻ യു ഓൾ പ്ലീസ് ഗോ ത്രൂ ദ കാർഡ്സ്? ഇവർ 5 പേരുടെയും ഫേസസ് അതിലുണ്ട്. So I'll be asking you a series of questions and you will have to raise a card for the answer. You don't have to say the name, just look at all the cards and raise the card for the name. And if the answer to the question is somebody else, then just raise your hand and you can tell me what the answer is. Okay, you'll get the hang of it once we start. So here goes the first question. Who is the king of pranks in the locker room? Prankster. Who does funny things, pranks? Who plays pranks? Okay, if it is not somebody in this, you can just raise your hand and tell the name. Okay, Luna raised Prabh's face. I'm gonna ask her, what is the most pranky thing that he has done? So many are there. No, I don't know. So many, every day he does something or the other. Are they like funny pranks, like, or real serious ones? Actually, I spent with him like last 10-12 years together, and so every time we enter the dressing room, and the dressing room is like some different mood. So and he is always talk with Milos and Dimi. So especially with Milos, is lots of prank going on and like different type of prank. So there is so many pranks there. So he is the guy who like when he entered the dressing room and the dressing room is like some different mood. So okay, a similar question. Who is the team's designated comedian during long bus rides? Comedy king of the team. Okay, I got the answer here. Milos, we are waiting for your answer. Don't look at their answers, huh? They all gave the answer. What is your answer? We are waiting for your answer. Funny one. Prabir. Okay. What do you think is their answer? What do you think is their answer? Me. Yes, it is you. അതും എല്ലാവരും ഒരേപോലെ പറഞ്ഞു. ബാക്കി 4 പേരും പറഞ്ഞിരിക്കുന്നത് മിലോസിന്റെ പേരാണ്. Whose laugh is the loudest? Who has the loudest laugh? Answer. No doubt. Wow. Okay. Who is the most stylish one? You know what? The audience started saying the answer. So I think everyone knows that. Ellaru agree cheyyunnundalle. Rahul, very stylish. Okay. Who sleeps a lot? Who sleeps in the bus? Sleepy.
Marco. Okay. Anybody else? Sleepy. Marco. Okay. All of them agree. എല്ലാരും പറയുന്നത് മാർക്കോയുടെ പേരാണ്. Next is, this is also very, very interesting. Who is the most handsome person in the team? Most handsome. What about you guys? What is your answer? ഏറ്റവും ലുക്ക് ഉള്ളത് ആർക്കാണ്? മോസ്റ്റ് ഹാൻസം. പൊക്ക് എവിടെ? ഇല്ല. ആൻസർ ഏതാ? ആൻസർ എന്താ? രാഹുൽ. ഓക്കെ, ഇവിടെ ഐമൻ പറയുന്നത് രാഹുൽ എന്നാണ്. അവിടെ കുറച്ച് പേരൊക്കെ ഐമന്റെ പേര് പറഞ്ഞു. ആൻഡ് ആദ്യം തന്നെ മിലോസ് പറഞ്ഞ ഞാനാണ്. ഇല്ല, പറ്റില്ല, സമ്മതിക്കില്ല. എനിക്കാണ് ഏറ്റവും കൂടുതൽ ലുക്ക്. ഡെഫിനറ്റ്ലി ഓൾ ഓഫ് യു ആർ വെരി ഹാൻസം. ആൻഡ് നൗ വി ആർ മൂവിങ് ഓൺ ടു എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. So I would like to hand over the mic to somebody else to ask that question. He is a very big football fan. He is also a very, very popular television anchor and YouTuber here in Kerala. He is there for almost all the matches in the stadium. ആരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്? നമ്മുടെ സ്വന്തം കാർത്തിക്. So Karthik, please, let's have you here on stage. അവസാനത്തെ ചോദ്യം ചോദിക്കുന്നത് ഒരു കട്ട ഫുട്ബോൾ ഫാൻ ആയ കാർത്തിക് ആണ്. ചോദ്യം ഇതാണ്. This is their question, okay? First of all, English പറഞ്ഞിട്ട് മലയാളത്തിൽ പറയാം. Okay, first of all, big fan of each and every one of you. Before the matches started this year, I met Luna, I met Milosh, I met Ayman, and I didn't get to meet both of you guys, but in the field, every match, we cheer for you guys because we love you. From the bottom of my heart, and every chant we say, we want our team to win, we want you guys to perform. So keep that in mind before I ask you this question. Messi or Ronaldo? Ronaldo. Ronaldo. Messi. Okay, thank you so much, guys, and do your best this season. And we have a lot of shortcomings this year, like we have a lot of injured players and other things. Our team, the things are not going so well for us, but we want you to do your best. Okay, so all the best for this year's season. We will be cheering for you guys through the end. Okay, ഈ വർഷം നമ്മൾ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യൂലേ? താങ്ക് യു സോ മച്ച് കാർത്തിക് സൂര്യ. ഇനി മറ്റൊരു സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. വി ആർ മൂവിംഗ് ഓൺ ടു ദി ഒഫീഷ്യൽ ജേഴ്സി ലോഞ്ച് ഓഫ് എലാൻസ് FC. I request Luna to kindly launch the jersey. Jersey ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എലാൻസ് FC ക്യാപ്റ്റൻ അൽഫാസിനെ ക്ഷണിക്കുന്നു. Ladies and gentlemen, here we are moving on to the official jersey launch of Elan's FC. And I would like to thank all our team members for spending this much time with us. എല്ലാവിധ ആശംസകളും നേരുന്നു. സോ നേരത്തെ നമ്മൾ ഇവിടെ KBFC ടീമിന് വേണ്ടി ചാൻഡ് ചെയ്തായിരുന്നു അല്ലേ? ലൂണയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സോങ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് പാടി. സോ ലൂണ ഇവിടെയുള്ള ഈ ഒരു അവസരത്തിൽ ആ ഒരു പാട്ട് ഒരിക്കൽ കൂടി പാടണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോ കാർത്തിക് ഒന്ന് ലീഡനായിട്ട് വരണം. നമ്മുടെ മിടുക്കന്മാരെ വിളിക്കാം. Come on boys, once again. So this one is for Adrian Luna. അറിയാന്നുള്ളവരൊക്കെ കൂടെ പാടട്ടെ. എവിടെ ഫൈനാൻസിന്റെ ചോദ്യം ചോദിച്ചിട്ടിരിക്കുകയാണ് കുറിപ്പുകൾ. ചുമ്മാറുത് ചക്കരലൂടെ ഗോളുകളുടെ തോഴനെ കോട്ടയിൽ നായകനായി വാഴണേ. ചക്കരലൂടെ ഗോളുകളുടെ തോഴനെ കോട്ടയിൽ നായകനായി വാഴണേ. ചൊല്ലുമോ തുടരാ നിറയുമോ ഓനേതാ തോഴനായി ഓൻവരും വിപിനേ വിപിനേ കരളെ കുളിരേ വിപിനേ വിപിനേ കരളെ കുളിരേ. ഒന്നിച്ച് പപ്പര വര പപ്പര വര പപ്പര വരവാ പപ്പര വര പപ്പര വര പപ്പര വരവാ. So before they leave, we'll be taking a group selfie with all of you. നമ്മളൊരു group selfie എടുക്കാൻ പോവാണ്. So team, all of us are going to take a selfie
celebrate together.